ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ആയിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ രണ്ട് ഫ്രോഡുകളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ശ്രുതി അന്നേരം എന്ന് പറഞ്ഞ് പല്ലിറുമ്മിക്കൊണ്ടിരിക്കാം. എല്ലാവരും ആ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് ശ്രുതി സച്ചി അല്ല അത് ചെയ്തത്, അവൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. നമ്മളെ വരട്ടണമെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ രണ്ടുപേരും തെറ്റൊന്നും ചെയ്തിട്ടില്ല താനും. അച്ഛാ, അത് ഒരു തെറ്റും ചെയ്ത് നിങ്ങളൊരാൾ വരട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെട്ടൂടെ എന്ന് ചോദിച്ചു അച്ഛൻ. അതെ, അതാ വേണ്ടത്. അച്ഛൻ പറഞ്ഞു എൻ്റെ ശരിയെന്ന് സച്ചി പറഞ്ഞു. വൈകിക്കേണ്ട, ഇപ്പം തന്നെ കൊണ്ടുപോയി പരാതി കൊടുക്കാം, വാ സ്റ്റേഷനിൽ പോകാം, ഞാനും വരാൻ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞു സച്ചി. അപ്പം വേണ്ട, പരാതി ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ശ്രുതി. അതെന്താ കൊടുത്താലെന്ന് രേവതി ചോദിച്ചു. എന്താ കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ കേസ് കൊടുത്താൽ അത് ഞങ്ങൾ ബിസിനസ്സിനെ ബാധിക്കുമെന്ന് ശ്രുതി അന്നേരം പറയൂ കേട്ടോ. ആർക്കൊന്നും മനസ്സിലായില്ല അതെങ്ങനെ എന്നുള്ള ഇതിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഇവൾ അടുത്ത മാർഗം കണ്ടുപിടിക്കുവാണ്. കസ്റ്റമേഴ്സ് പിന്നെ കടയിലേക്ക് വരാതെയാകും, ഷോറൂം പൂട്ടേണ്ടി വരും കേസിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇന്ന് ആലോചിക്കും നമുക്കായിട്ട് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് മതി എന്ന് പറഞ്ഞ് ശ്രുതിയും പറഞ്ഞു. അപ്പോൾ രേവതിയും സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. രേവതിക്ക് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം ഇനി ഈ ഒരു കാര്യം ഇവിടെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞ് ശ്രുതിയും മുകളിലോട്ട് കയറി പോയപ്പോൾ സച്ചി ഇങ്ങനെ നിൽക്കും. അപ്പോൾ സച്ചിയാണ് എന്ത് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ രേവതി. പാർലറായിട്ട് എന്തോ മനഃപൂർവ്വം ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രുതി കേട്ടു സച്ചി പറയുന്നത്. എന്നിട്ട് ഇറങ്ങി വന്ന് ഒളിച്ചു നിന്ന് കേൾക്കുക കേട്ടോ ഇവരെന്നാ പറയുന്നതെന്ന്. അപ്പം അതെന്തെങ്കിലും ആവട്ടെ സച്ചേട്ടാ, ആ വിഷയം അങ്ങ് വിടാൻ പറഞ്ഞു രേവതിയെ. പിന്നെ ലെറ്ററിൻ്റെ പിന്നിൽ സച്ചേട്ടനല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല രേവതി, അങ്ങനെ ഇത് വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സച്ചി. ഞാനാണ് ആ ലെറ്ററിൻ്റെ പിന്നിലെന്ന് ആ സ്വാമി എന്തിനാ പറഞ്ഞതെന്ന് സച്ചി അന്നേരം ചോദിക്കുക. അവൻ തന്നെയാണ് ശ്രുതിക്ക് ലെറ്റർ കൊടുത്ത് വിടുന്നതെന്നുള്ള കാര്യവും സച്ചി പറയുന്നത്. ഇതെല്ലാം കേട്ട് ശ്രുതി കയ്യും കാലും മറിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്നും സച്ചി ഇങ്ങനെ തറപ്പിച്ച് പറയണം. ഇതെല്ലാം കേട്ട് ശ്രുതി എന്നിട്ട് മുകളിലോട്ട് കയറിപ്പോയി. പിറ്റേ ദിവസം ഇത് വന്ന് മീരയോട് പറയണം. മീരയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ചിരി. എനിക്ക് ചിരിയാ വരുന്നതെന്ന് മീര പറയുമ്പോൾ നിനക്ക് ചിരിയൊക്കെ വരും. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേ കനലെരിയുന്നത് പോലെ ഞാൻ ആ വീട്ടിൽ നിന്ന് നിനക്കറിയാവോ എന്ന് ശ്രുതി ചോദിക്കുക. എൻ്റെ പൊന്നെ, എനിക്കാണെങ്കിൽ ആകെ പേടിയാവുകയാടി. അപ്പോൾ എന്തിനാ നീ ഭയക്കുന്നേ? ഇത്രയും പറഞ്ഞിട്ട് നിനക്കൊന്ന് മനസ്സിലായില്ലേ മീരെ? എൻ്റെ ജീവിതം കൊണ്ടുള്ള കളിയായതെന്ന് ശ്രുതി പറയണം. ഈ നവീൻദാസ് എന്തിനാ ശ്രുതിയോട് സച്ചിയുടെ പേര് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഈ വിഷയം ആളിക്കത്താൻ വേണ്ടിയാവും അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയുക. അപ്പോൾ പേടിച്ചിട്ട് ഞാൻ അവന് കാശ് കൊടുക്കുമല്ലോ, അതാണ് അവൻ ഉദ്ദേശിച്ചത്. സച്ചിയുടെ പേര് അവൻ തന്ത്രപൂർവ്വം പറഞ്ഞതാ, എനിക്കത് അറിയാം. പോരാത്തതിന് സച്ചിയോട് അവന് വൈരാഗ്യമുണ്ട്. ബുദ്ധിയോടെയാ അവൻ കാര്യങ്ങളൊക്കെ നീക്കുന്നതെന്നൊക്കെ പറയാം. എന്നെ തീ തീറ്റിച്ചുകൊണ്ടിരിക്കുക അവനെന്നൊക്കെ പറയുമ്പോൾ നവീൻദാസു പറഞ്ഞത് വിശ്വസിച്ച് ശ്രുതി സച്ചിയുടെ മെക്കിട്ട് കയറി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ വിചാരണ ചെയ്തു. ഇനി അവൻ വെറുതെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതാണ് എനിക്ക് കൂടുതൽ ഭയം. അവൻ ഉറപ്പായിട്ടും ആരാണത് കൊടുത്തതെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങും. ഇനി എന്ത് ചെയ്യും ശ്രുതി? എല്ലാം കൈവിട്ട് പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ, അവൻ്റെ ശ്രദ്ധ മാറ്റണം, അവനെ വഴിതിരിച്ചു വിടണം. അപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കാം. അപ്പം അതൊക്കെ സാധിക്കുമെന്ന് ശ്രുതി മീരയോട് പറയണു. സച്ചിയുടെ ഫോണിലുള്ള വീഡിയോ എടുത്ത് ആൻ്റണിക്ക് കൊടുക്കണം, ബാക്കി കാര്യമൊക്കെ അവൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആ വീഡിയോ നിനക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. എടുക്കാൻ നോക്കിയിട്ട് കട്ടിലിനടിയിൽ പോയിട്ട് ഉരുണ്ട് പുരണ്ട് ഒരു തരത്തിലല്ലേ നീ രക്ഷപ്പെട്ടത്. അങ്ങനെ എളുപ്പം അവൻ്റെ ഫോൺ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് മീര പറഞ്ഞപ്പോൾ മീര അന്ന് നിർഭാഗ്യം കൊണ്ടത് മിസ്സായിപ്പോയതാ. അവൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തേ പറ്റുള്ളൂ. എങ്ങനെ എടുക്കാനാ നീ പറയുന്നതെന്നൊക്കെ ശ്രുതിയോട് മീര ചോദിച്ചു. ഞാനല്ല, നീ എടുക്കണമെന്ന് പറഞ്ഞു. അതിന് മീരയെ കൊണ്ടുവന്ന് ഏർപ്പാടാക്കുക. ഞാനോ? നീ തന്നെ. അവൻ്റെ ഫോൺ ഞാനെങ്ങനെ എടുക്കാൻ? നീ എന്തൊക്കെയാ പറയുന്നേ? നീ ഒരു ചെറിയ ട്രിപ്പ് പോകാനായി അവൻ്റെ കാറ് ബുക്ക് ചെയ്യുക. കാറിൽ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെ ഫോണിലെ ചാർജ് തീർന്നു, അത് ഓഫായിപ്പോയി, അർജൻറ്റായിട്ടൊരു കോള് ചെയ്യണമെന്നും പറഞ്ഞ് അവൻ്റെ ഫോൺ വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് ശരത് ആൻ്റണിയുടെ ആൻറ്റിയുടെ കാശ് മോഷ്ടിക്കുന്ന വീഡിയോ അവൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിൽ അയക്കണം. അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. അവൻ്റെ മുന്നിലേക്ക് നീ എന്നെ പിടിച്ചിട്ട് കൊടുക്കണം, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. ഇതിനകത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നേ. അവൻ ഒരിക്കലും നിന്നെ സംശയിക്കില്ല. നീ ഇത് ചെയ്തേ പറ്റുള്ളൂ മീരെ. എന്താ നിനക്ക് പേടിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ റിസ്ക് എടുക്കണോ ശ്രുതി എന്ന് മീര ചോദിച്ചു. സിംഹത്തിൻ്റെ വായിൽ തലയിടുന്നത് പോലെ ഇതൊന്ന് പറയുമ്പോൾ മീരെ എനിക്കിപ്പോൾ പിടിച്ച് നിൽക്കണമെങ്കിൽ ആ വീഡിയോ എടുത്തേ പറ്റുള്ളൂ എന്ന് ശ്രുതി മീരയോട് പറയുക. ആ വീഡിയോ റിലീസ് ചെയ്ത ശരത്തിനേക്കാളും പ്രശ്നം രേവതിക്കായിരിക്കുമെന്നും അവൾക്ക് പിന്നെ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നും മീര പറയുക. പാവം അവളെന്ത് പഴിച്ചു എന്ന് ചോദിക്കുമ്പം അവളാണോ പാവം? അവളെക്കുറിച്ച് നിനക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അവളും സച്ചിയും കൂടെ ചേർന്നാ എനിക്ക് തലവേദന ഉണ്ടാക്കുന്നത് എന്ന് ശ്രുതി മീരയോട് പറഞ്ഞു. ഇപ്പം ഇങ്ങനെ ചെയ്താൽ രണ്ടുപേരെയും ആൻറ്റി വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളും, പിന്നെ ശല്യം അങ്ങോട്ട് ഒഴിവായി കിട്ടും.
മീരെ ഞാൻ പറഞ്ഞു നീ ഒന്ന് ചെയ്യും മീര എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുക. അങ്ങനെ മീരയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. പിന്നെ കാണിക്കുന്നത് ശ്രുതി പറഞ്ഞനുസരിച്ച് മീര അങ്ങോട്ടേക്ക് വന്നു. അതിനുശേഷം അമ്പലത്തിൽ വെച്ച് അപ്പം ശ്രുതി ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയിൽ നിൽക്കുക. പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയാണെങ്കിൽ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ എല്ലാം അന്വേഷിക്കും, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എന്താ ഇത് അന്വേഷിക്കുന്നത്, ഇവിടെ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലേ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ല, ഒരാളെ അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു സച്ചി. അല്ല നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ? അപ്പോൾ എന്തൊരു ചോദ്യം അത്, ഞാൻ മാനേജറല്ലേ എന്നാ ചേട്ടൻ ചോദിച്ചു. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും എനിക്ക് വരണ്ടേ എന്നും ചോദിച്ചു. അത് പിന്നെ അതെ ഇവിടെ ഒരു സ്വാമി വന്നിരുന്നു എന്ന് അറിഞ്ഞേ, അദ്ദേഹത്തെ എങ്ങനെ നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടിരുന്നു. അല്ല അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ടോ? അല്ല ക്ഷേത്രത്തിനകത്തോ മറ്റോ? അവൻ സ്വാമിയൊന്നും അല്ലെന്നേ, ഓരോ ഫ്രോഡാണെന്നേ. ക്ഷേത്രത്തിൽ അന്നദാനത്തിന് സംഭാവന നൽകണമെന്നും പറഞ്ഞ് ഇവിടെ വരുന്ന ആൾക്കാരോടൊക്കെ കാശ് വാങ്ങിക്കും. പിന്നെ കാശ് വാങ്ങിക്കാൻ ക്ഷേത്രവും നിങ്ങളും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ ദൈവം എല്ലാവരുടേതാണെന്ന് പറഞ്ഞു എന്ന കാര്യം മാനേജർ സച്ചിയോട് പറയാം. പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു ഫ്രോഡ് സ്വാമി വേഷം കിട്ടിയതാണെന്ന് മനസ്സിലായതെന്നൊക്കെ പറയാം. അങ്ങനെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. സച്ചിക്ക് ഇവനെപ്പറ്റി ഏകദേശ ധാരണയൊക്കെ കിട്ടി. അപ്പോൾ ഇനി അവൻ ഇവിടെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും വെച്ച് അവനെ കാണിക്കുകയാണെങ്കിൽ അതിനൊന്ന് വിളിക്കണം കേട്ടോ ചേട്ടാ എന്ന് സച്ചി പറഞ്ഞു. ശരി ആയിക്കോട്ടെ വിളിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു സച്ചി എന്നിട്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ സച്ചി എന്നിട്ട് ഒരു അന്വേഷണം നടത്തി ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു. ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് നിർത്തിയപ്പോൾ മീര, നീ എന്താ എൻ്റെ കാർ തന്നെ ബുക്ക് ചെയ്തതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പോൾ വേറൊരാൾ തന്ന നമ്പറാണ്, സച്ചിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആരായാലും എന്നാ ട്രിപ്പ് പോയാൽ പോരെ, നീ വന്ന് കയറാൻ പറഞ്ഞു. മൈത്ര നഗറല്ലേ? അതെ. എന്നാൽ കയറാൻ പറഞ്ഞു. അങ്ങനെ മീരയെ വണ്ടിയെ കയറ്റി പോവാം. അപ്പോൾ ഇവൻ ഫോൺ തരുമോ ആവോ എന്നൊക്കെ ഇങ്ങനെ മീര വണ്ടിയിലിരുന്ന് ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് എത്ര വയസ്സ് മുതൽ കാർ ഓടിക്കുന്നുണ്ടെന്നൊക്കെ മീര സച്ചിയോട് ചോദിച്ചു. അപ്പോൾ ഞാൻ 18 വയസ്സ് മുതൽ ഓടിക്കുകയാണെന്ന് സച്ചി മീരയോട് പറഞ്ഞു. അല്ല നിന്നെ എപ്പോഴും പാർലറായിട്ടത്തേക്ക് കൂടെ കാണാമല്ലോ, നിനക്കറിയാം ജോലിയൊന്നുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി മീരയോട് ചോദിക്കുക സച്ചി. ഉണ്ട്, ഞാൻ IT വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നീ എന്തിനാ ജോലിക്ക് പോകാതെ പാർലറായിട്ടത്തേക്ക് കൂടെ എപ്പോഴും ചുറ്റി കറങ്ങുന്നതെന്ന് ചോദിച്ചപ്പം അവളെൻ്റെ ഫ്രണ്ടല്ലേ എന്ന് ചോദിച്ചു. അവളുടെ ഫ്രണ്ടാകാതിരിക്കുന്നതാണ് നല്ലതെന്ന് സച്ചി ഇങ്ങനെ പതുക്കെ പറഞ്ഞപ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് സച്ചി ഇരിക്കുക. അപ്പോഴേക്കും മീരയുടെ ഫോണിലേക്ക് കോൾ വന്നു. ഹലോ ലിസി എന്നും പറഞ്ഞ് കോളും എടുത്തു. പിന്നെ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഫയലോ? ഏത് ഫയല്? ഹലോ 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 എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫോൺ കട്ടായിപ്പോയി എന്നുള്ളൊരിത് വരുത്തി തീർക്കാൻ വേണ്ടി എന്തൊക്കെ അടവായിരുന്നു. അപ്പോൾ കട്ടായിപ്പോയല്ലോ, ഫോൺ ഓഫായിപ്പോയല്ലോ, ഇനി എന്നാ ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ ഫയലൊന്ന് നോക്കാനും ഉണ്ടായിരുന്നു, എന്താ ഇപ്പോൾ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് മീര ഇങ്ങനെ ഇരിക്കുക കേട്ടോ. സച്ചി അന്നേരം മിണ്ടായിരുന്നു വണ്ടി ഓടിക്കുക. അപ്പോൾ അതെ ചാർജ് ചെയ്തോളാൻ പറഞ്ഞ് ചാർജർ എടുത്ത് കൊടുത്തു. അപ്പോൾ അതും ഫ്ലോപ്പായി, ഒന്നും നടന്നില്ല. ഏതായാലും ശ്രുതി മരത്തിൽ കണ്ടപ്പോൾ നമ്മുടെ സച്ചി അത് മാനത്ത് കണ്ട പോലെ ആയിപ്പോയി. അപ്പോൾ ചാർജ് ചെയ്യലേ നടക്കുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഫോണൊന്ന് തരുമോ എന്ന് മീര നേരെ സച്ചിയോട് ചോദിക്കാം. അല്ല അർജൻറ്റ് ആയതുകൊണ്ട് ഇതിപ്പോൾ ചാർജ് കയറണ്ടേ, തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സച്ചി ഫോൺ എടുത്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന് ആലോചിക്കുക. അപ്പോൾ മൊബൈൽ ഫോൺ വന്നതോടെ കാര്യങ്ങളെല്ലാം എളുപ്പമായല്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഉച്ചകഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ട്രിപ്പ് ഇല്ലെങ്കിൽ പോകുമെന്നൊക്കെ സച്ചി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഓരോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആ വീഡിയോ കിട്ടി. വീഡിയോ എടുത്തപ്പോഴത്തേക്കും സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു. ഫോണിങ് തന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അയ്യോ ഞാൻ വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. ഫോണിങ് തരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അത് മീരയുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അപ്പോഴും വീഡിയോ കിട്ടിയില്ല. അപ്പോൾ സച്ചി ഫോൺ അങ്ങ് മേടിച്ചു. ഹലോ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ആണോ? അപ്പോൾ എന്നോട് അതുപോലെ ഇഷ്ടമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോണിൽ കറി വെച്ച കാര്യം പറഞ്ഞ് സംസാരിക്കുക കേട്ടോ. ഫോണാണെങ്കിൽ മീരയ്ക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ സച്ചിയുടെ പെട്ടെന്ന് നിങ്ങൾ വന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ ഭക്ഷണം ഉണ്ടാക്കിയതല്ലേ, നീ കുറച്ച് റെസ്റ്റ് എടുക്കുക, എല്ലാ ജോലിയും നീ തന്നെ ഇങ്ങനെ ചെയ്യണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഈശ്വര ഫോൺ വെക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മീര ഇങ്ങനെ അവിടെ ഇരിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ രേവതി, കത്ത് കൊടുക്കുന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് സച്ചി. അപ്പോൾ കണ്ടുപിടിച്ചു, ആരായാൾ? ക്ഷേത്രത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴല്ലേ അവൻ ആരാണെന്ന് മനസ്സിലായത്. അവൻ ആരാണ് എന്താണെന്നൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പറയാം. അപ്പോഴത്തേക്ക് മീരയ്ക്ക് കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് സച്ചേട്ടാ. എന്താ? അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇന്നങ്ങ് കഥ പറച്ചിൽ തുടങ്ങി. മീരയ്ക്കാണെങ്കിൽ ഫോൺ കിട്ടുന്നുമില്ല, ഇപ്പം ഇറങ്ങാനുള്ള സ്ഥലവും ആകും. പറഞ്ഞു എന്തായാലും മീരയ്ക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. അപ്പോൾ സച്ചി ഫോണും കട്ട് ചെയ്തു, വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു. എന്നാൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അത് ഫോണൊന്ന് തരുവാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഇറങ്ങിക്കോളാം എന്നിങ്ങനെ പറഞ്ഞപ്പം നീ വേറെ ആരുടെയെങ്കിലും ഫോൺ വാങ്ങിക്കുക, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് സച്ചി മീരയോട് പറയാം. അങ്ങനെ ഫോണും വാങ്ങിച്ച് നമ്മുടെ സച്ചി പോന്നു. മീര ചുമ്മാ അങ്ങ് പോവുകയും ചെയ്തു. ശ്രുതി അവിടെ ഫോണും പിടിച്ചിട്ട് വെയിറ്റിങ്ങാ, വീഡിയോ വരുന്നത് നോക്കിയേ. അപ്പോൾ കോൾ വന്നതും ചാടി ഇവളെടുത്തു. എന്താ ഐഡി എന്ന് ചോദിച്ചു.
കാര്യമൊന്നും നടന്നില്ലെന്ന് പറയാം. അതെന്താ നടന്നില്ല? നിന്നെയൊക്കെ എന്തിനു കൊള്ളാടി? എല്ലാം പ്ലാൻ ചെയ്തല്ലടി നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അവൻ്റെ മുന്നിലെത്തിയപ്പോൾ തടി ഞാൻ മുട്ട് പറിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു, അർജൻറ്റായി കോൾ ചെയ്യാൻ ഫോൺ വേണമെന്നും പറഞ്ഞ് അവൻ്റെ ഫോൺ ഞാൻ വാങ്ങിച്ചതാ. അതിൽ നീ പറഞ്ഞ വീഡിയോയും ഞാൻ കണ്ടതാണെന്ന് മീര പറയണു. അപ്പം തന്നെ ആ വീഡിയോ എനിക്ക് എടുത്ത് അയക്കേണ്ടായിരുന്നോ? അയക്കാൻ നോക്കുമ്പോൾ ആ ഫോണിലേക്ക് ഇതേ രേവതിയുടെ കോൾ വരുന്നു. അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. അവൻ രേവതിയോട് സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വാങ്ങി വീഡിയോ എനിക്ക് അയച്ച് തന്നൂടായിരുന്നോ? അവൻ അതിന് സംസാരം നിർത്തണ്ടേ? ഞാൻ ഇറങ്ങുന്നത് വരെ അവർ ഫോണിൽ സംസാരിക്കുകയായിരുന്നു എന്ന് മീര പറഞ്ഞു. ശ്രുതി, സത്യം പറയാലോ, പരസ്പരം എത്ര വഴക്കടിച്ചാലും അവരെ പോലെ സ്നേഹമുള്ള കപ്പിൾസ് വേറെ ഇല്ല എന്ന് മീര ശ്രുതിയോട് പറയുന്നു. സച്ചി രേവതിയോട് സംസാരിക്കുന്നത് കേൾക്കാൻ എന്ത് രസാ എന്നൊക്കെ മീരയെ പിന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ട് അവർ സംസാരിക്കുന്നത്. എന്തൊരു സ്നേഹം അവർ തമ്മിൽ എന്നൊക്കെ മീര ഇങ്ങനെ ശ്രുതിയോട് ചോദിച്ച് ശ്രുതിയെ കലിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുക. സച്ചിയുടെ സംസാരത്തിൽ പാലും തേനൊക്കെ ഒഴുകുക. നിന്റെ ശ്രുതിയുടെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് കല്യാണമേ കഴിക്കണ്ടെന്ന് തോന്നിയതാണെന്ന് മീര പറയണു. പിന്നെ പക്ഷെ സച്ചി രേവതിയോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നണു. മീര, എനിക്ക് നല്ല ദേഷ്യം വരുന്നു കേട്ടോ എന്ന് ശ്രുതി മീരയോട് പറയുവാണ്. വീഡിയോ കിട്ടാത്തതിൻ്റെ ടെൻഷനില്ല ഞാൻ. അപ്പോഴാണ് നീ അവർക്ക് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് കൊടുക്കുന്നത്. ശ്രുതി, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ശ്രുതി, നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ അവൻ്റെ ഫോൺ എടുക്കാൻ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ മീരയും ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്. ശ്രുതിക്ക് ലെറ്റർ കൊടുത്തു വിടുന്ന നവീൻ ദാസ് ആണെന്നുള്ള കാര്യം സച്ചി കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടുപിടിച്ചോ? നവീൻ ദാസോ? സച്ചി കണ്ടുപിടിച്ചോ എന്നൊക്കെയുള്ള ഒരു ഇതിൽ ശ്രുതി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുക. പിന്നെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അവൻ രേവതിയോട് പറയുന്നത് ഞാൻ കേട്ടതാ. എന്നാൽ ശരി ഇട്ടോടി, ഞാൻ വെക്കുവാണേ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് കനലിലേക്ക് കുറച്ച് ഇതും കൂടെ കോരിയിട്ട് വെച്ചിട്ട് നമ്മുടെ ചേച്ചി ഫോണും കെട്ടിയത് അങ്ങ് പോയി. ശ്രുതി അവിടെ നിന്ന് കയ്യും കാലും വരച്ച് ഉരുകിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താം കേട്ടോ. ടാറ്റാ.